നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് ആന്റണി രാജ്. ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായി പോകുന്നത്. കറണ്ട് അഫയേഴ്സ് 2023 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 2023 വനിതകളുടെ 2020 വേൾഡ് കപ്പ് നടന്നു. 2023 വനിതകളുടെ 2020 വേൾഡ് കപ്പ് നടന്നു. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു. കപ്പടിച്ചത് ഓസ്ട്രേലിയ. 2023 വനിതകളുടെ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കപ്പടിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. ദക്ഷിണാഫ്രിക്ക ആയിരുന്നു വേദി. 2023 വനിതകളുടെ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ്. കപ്പടിച്ചത് ഓസ്ട്രേലിയയാണ്. പോയിന്റ് ഓർത്തിരിക്കുക. അടുത്തത്, ക്ലബ്ബ് ഫുട്ബോളുകളിൽ 700 ഗോൾ തികച്ച രണ്ടാമത്തെ താരം ആരാണ്? ക്ലബ്ബ് ഫുട്ബോളുകളിൽ 700 ഗോൾ തികച്ച രണ്ടാമത്തെ താരം മറ്റാരുമല്ല, അത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി. അപ്പോൾ ഒന്നാരായിരുന്നു? ഒന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. CR7 എന്നൊക്കെ അറിയപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ക്ലബ്ബ് ഫുട്ബോളുകളിൽ 700 ഗോൾ തികച്ച ആദ്യ താരം. രണ്ടാമത്തെ താരം ലയണൽ മെസ്സി. ലയണൽ മെസ്സി ഓർത്തിരിക്കുക. സേവനാവകാശ നിയമം. സേവനാവകാശ നിയമം പാസാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? സേവനാവകാശ നിയമം പാസാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല അത് കേരള സർവകലാശാലയാണ്. കേരള സർവകലാശാല സേവനാവകാശ നിയമം പാസാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. എന്ത്? രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും നൽകാൻ തീരുമാനിച്ച സർവകലാശാല കേരള സർവകലാശാലയായിരുന്നു. ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കുസാറ്റ് സർവകലാശാല. ഈ പോയിന്റിന്റെ കൂടെ ഇതൂടെ ചേർത്തു. സേവനാവകാശ നിയമം പാസാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. അടുത്തത്, വിവരസാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിന് അമേരിക്കയിൽ നൽകുന്ന ഒരു പുരസ്കാരമുണ്ട്. ആ പുരസ്കാരത്തിന്റെ പേരാണ് മാർക്കോണി പുരസ്കാരം. പുരസ്കാരത്തിന്റെ പേര് കിട്ടിയോ? മാർക്കോണി പുരസ്കാരം എന്നാണ് പറയുന്നത്. വിവര സാങ്കേതിക വിദ്യയിലെ പുതിയ കണ്ടെത്തലുകളിൽ നൽകുന്ന പുരസ്കാരം. എവിടെ? അമേരിക്കയിൽ നൽകുന്ന പുരസ്കാരം. ഇത് കിട്ടുന്നത് ഒരു മലയാളിക്കാണ്. പേരാണ് ഹരി ബാലകൃഷ്ണൻ എന്നാണ് പേര്. സോ 2023 2023 മാർക്കോണി പുരസ്കാര ജേതാവായ മലയാളിയുടെ പേരാണ് ഹരി ബാലകൃഷ്ണൻ. ഹരികൃഷ്ണൻ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹരികൃഷ്ണൻസ്. അപ്പൊ ഇതിന്റെ കൂടെ ബാല എന്നോട് ചേർത്താ മതി. ബാല 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 എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്നാ പൊട്ടന ബാല. അപ്പൊ ഹരി ബാലകൃഷ്ണൻ. ഹരി ബാലകൃഷ്ണൻ എല്ലാം ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫിഫ പുരസ്കാരങ്ങൾ. ഫിഫയുടെ ഏറ്റവും പുതിയതായി പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിൽ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുത്തത് ഫിഫ അവാർഡ്സ് 2023 മികച്ച പുരുഷ താരം ആരായിരുന്നു? ഉത്തരം ലയണൽ മെസ്സി. മികച്ച പുരുഷ താരമാണ് ലയണൽ മെസ്സി. അടുത്തത്, മികച്ച വനിതാ താരത്തിന്റെ പേര്. മികച്ച വനിതാ താരത്തിന്റെ പേരാണ് അലക്സിയ പുറ്റല്ലാസ്. എന്താണ് പേര്? അലക്സിയ പുറ്റല്ലാസ്. മികച്ച പുരുഷ താരം ലയണൽ മെസ്സിയാണ്. മികച്ച വനിതാ താരം അലക്സിയ പുറ്റല്ലാസ് ആണ്. അടുത്തത്, മികച്ച ഗോൾ കീപ്പർ. മികച്ച ഗോൾ കീപ്പറിന്റെ പേരാണ് എമിലിയാനോ മാർട്ടിനസ്. എന്താണ് പേര്? ഒന്നുകൂടെ കേട്ടോണേ. എമിലിയാനോ മാർട്ടിനസ്. എമിലിയാനോ മാർട്ടിനസ്. മികച്ച ആരാധകർ അർജന്റീനയായിരുന്നു. മികച്ച ആരാധകർ അർജന്റീനയായിരുന്നു. അപ്പൊ ഇതാണ് ഫിഫ പുരസ്കാരം 2023. മികച്ച പുരുഷ താരം ലയണൽ മെസ്സി. മികച്ച വനിതാ താരം അലക്സിയ പുറ്റല്ലാസ്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. എമിലിയാനോ മാർട്ടിനസ്. മികച്ച ആരാധകർ അർജന്റീന. ഫിഫ പുരസ്കാരങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. അടുത്തത് ഒരു പദ്ധതിയാണ്. പദ്ധതി എന്ന് പറയുമ്പോൾ കേരള പോലീസ് ആരംഭിച്ച ഒരു പദ്ധതി. എന്തിനു വേണ്ടി? കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം. മൊബൈൽ ഗെയിമുകൾക്ക് അടിമകളായ കുട്ടികൾ, അല്ലെങ്കിൽ അശ്ലീല സൈറ്റുകൾക്ക് അടിമകളായ കുട്ടികൾ, ഇവരെയെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി എങ്ങനെ? കൗൺസലിങ്ങിലൂടെ. അപ്പോൾ മൊബൈൽ ഗെയിമുകൾക്കും അശ്ലീല സൈറ്റുകൾക്കും അടിമകളായ കുട്ടികളെ കൗൺസലിങ്ങിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഡി ഡാഡ്.
ഡി ഡാഡ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ, അതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഡിജിറ്റൽ ഡി അഡിക്ഷൻ, അതാണ് അതിന്റെ പൂർണ്ണ രൂപം. കേരള പോലീസിന്റെ പദ്ധതിയാണ്, ഓർമ്മയിലിരിക്കട്ടെ, ആവശ്യം വരും. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ഒരു വിദേശ നയ സമ്മേളനം. ഇന്ത്യയുടെ ഒരു വിദേശ നയ സമ്മേളനം, അതിന്റെ പേരാണ് റൈസിന ഡയലോഗ് എന്നാണ് പേര്. ഇന്ത്യയുടെ ഒരു വിദേശ നയ സമ്മേളനമാണ് റൈസിന ഡയലോഗ്. റൈസിന ഡയലോഗ് 2016 ഇന്ത്യയുടെ ഈ വിദേശ നയ സമ്മേളനം ആരംഭിക്കുന്നത്. റൈസിന ഡയലോഗ് എന്ന വിദേശ നയ സമ്മേളനം ഇന്ത്യ ആരംഭിക്കുന്നത് 2016 2016 മുതൽ ഇതിന്റെ വേദി ഡൽഹിയാണ്. 2016 മുതൽ ഇപ്പൊ 8ാമത്തെ സമ്മേളനമാണ് 2023 നടക്കുന്നത്. സോ 2016 ആരംഭിച്ച റൈസിന ഡയലോഗ് എന്ന വിദേശ നയ സമ്മേളനത്തിന് സ്ഥിരം വേദി ഡൽഹിയാണ്. 8ാമത്തെ സമ്മേളനമാണ് 2023. നമ്മുടെ ചോദ്യം ഇതാണ്, 8ാമത് റൈസിന ഡയലോഗ് വിദേശ നയ സമ്മേളനത്തിലെ മുഖ്യാതിഥി ആര്? അവിടെ പേര് പഠിച്ചോളാം. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയ ആണ് ഇപ്രാവശ്യത്തെ ഇന്ത്യയുടെ മുഖ്യാതിഥി. ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെലോണിയ, പേരോർത്തോണം, ജോർജിയ മെലോണിയ. അപ്പൊ ജോർജിയ മെലോണിയാണ് ഇന്ത്യയുടെ ഇപ്രാവശ്യത്തെ മുഖ്യാതിഥി. റൈസിന ഡയലോഗ് ഓർമ്മയിലിരിക്കട്ടെ, റൈസിന ഡയലോഗ്. അടുത്തതും ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് കാറ്റാടി. പദ്ധതിയുടെ പേരാണ് കാറ്റാടി, KATADI, കാറ്റാടി. പേര് കേൾക്കുമ്പോ സിമ്പിൾ പദ്ധതി അല്ലെ, കാറ്റാടി. അപ്പൊ അതിനൊരു പൂർണ്ണരൂപമുണ്ട്, അത് പറയാം. അതിനു മുമ്പ് ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? കാറ്റാടി എന്നുള്ളത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷി വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കാറ്റാടി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് കാറ്റാടി. അതെന്താണ്? ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷി വിഭാഗക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് കാറ്റാടി. മനസ്സിലായില്ലേ? അപ്പൊ ഈ കാറ്റാടി എന്നതിന്റെ പൂർണ്ണ രൂപം, അപ്പൊ കാറ്റാടി അതിനൊരു പൂർണ്ണ രൂപമുണ്ട്. കേരള, കണ്ടല്ലോ, കേരള ആക്സിലറേറ്റഡ്. കേരള ആക്സിലറേറ്റഡ്, KYAY, കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ. കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ. കേരള ആക്സിലേറ്റഡ് ട്രൈബൽ. കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി. കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ്. അതാണ് കാറ്റാടി. ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ്, അത് ഓർക്കണം. ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് ബാക്കി കിട്ടും. കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി. കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ്. അപ്പൊ അതാണ് കാറ്റാടി എന്നതിന്റെ പൂർണ്ണ രൂപം. ജസ്റ്റ് ഒന്ന് വായിച്ച് അറിഞ്ഞിരിക്കുക, നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് ISRO എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെ. ISRO 1969 നിലവിൽ വരുന്നത്. എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്തു, 1969 ISRO നിലവിൽ വരുന്നത്. അപ്പം ഈ ISROയുടെ ചെയർമാൻ ആവുന്ന ഒരു മലയാളി, ഇതുവരെ 5 മലയാളി ചെയർമാൻ ഉണ്ട്. ISROയുടെ ചെയർമാനായ മലയാളികളിൽ ഒന്നായിരുന്നു G. മാധവൻ നായർ. ISROയുടെ ചെയർമാൻ, മുൻ ISRO ചെയർമാനായ മലയാളിയാണ് G. മാധവൻ നായർ. അദ്ദേഹത്തിന്റെ ജീവിതകഥ ഒരു ഡോക്യുമെന്ററി ആയി അവതരിപ്പിക്കുകയാണ്. ആ ഡോക്യുമെന്ററിയുടെ പേരാണ് നിലാവിന്റെ നേരറിയാൻ. കിട്ടിയോ? മുൻ ISRO ചെയർമാനായ മലയാളിയുമായ G. മാധവൻ നായരുടെ ജീവിതം ഡോക്യുമെന്ററി ആവുന്നു. ആ ഡോക്യുമെന്ററിയുടെ പേരാണ് നിലാവിന്റെ നേരറിയാൻ. പഠിക്കുക, നിലാവിന്റെ നേരറിയാൻ. കിട്ടി. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് ദാദാ സാഹിബ് ഫാൽക്കെ.
ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമുണ്ട്. ചലച്ചിത്ര മേഖലയിൽ ഇന്ത്യയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അല്ല ഇവിടെ പറയുന്നത്, ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരം. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം 2023 ശ്രദ്ധിച്ചു കേട്ടോളൂ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരം. മികച്ച ചിത്രം ഏതായിരുന്നു? മികച്ച ചിത്രമായിരുന്നു കാശ്മീരി ഫയൽസ്. ഓർത്തു വെച്ചോണേ, മികച്ച ചിത്രമായിരുന്നു കാശ്മീരി ഫയൽസ് എന്ന ചിത്രം. ഈ കാശ്മീരി ഫയൽസ് എന്ന ചിത്രം ആരാണ് സംവിധാനം ചെയ്തത്? കാശ്മീരി ഫയൽസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രി. പേര് കിട്ടിയോ? വിവേക് അഗ്നിഹോത്രി എന്നാണ് പേര്. കാശ്മീരി ഫയൽസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് വിവേക് അഗ്നിഹോത്രി. മികച്ച നടൻ ആരായിരുന്നു? മികച്ച നടന്റെ പേരാണ് രൺബീർ കപൂർ. രൺബീർ കപൂർ ആണ് മികച്ച നടൻ. മികച്ച നടി, മികച്ച നടി ആരാണ്? മികച്ച നടി, മികച്ച നടിയാണ് ആലിയ ഭട്ട്. മികച്ച നടിയാണ് ആലിയ ഭട്ട്. അപ്പൊ മികച്ച നടൻ രൺബീർ കപൂർ, മികച്ച നടി ആലിയ ഭട്ട്. ആലിയ ഭട്ട് സെറ്റ് അല്ലേ? സെറ്റാണ്. ഇനി അടുത്തത് ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരം. ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരം, മികച്ച ചിത്രം അത് ഏത് തന്നെ, മാറ്റമൊന്നുമില്ല, കാശ്മീരി ഫയൽസ്. എന്നാൽ ഇവിടുത്തെ ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടുന്നത് RRR എന്ന ചിത്രത്തിനാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെ? ഓസ്കാർ ഒക്കെ കിട്ടിയിട്ടാണ് പുരസ്കാരം. ഈ ചിത്രത്തിലെ ഗാനത്തിനൊക്കെ ഓസ്കാർ പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുണ്ട്. RRR എന്ന ചിത്രം, RRR അല്ലെ? അപ്പോ ഫിലിം ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്നത് RRR. RRR ഓർത്തോണം, 3 R ഉണ്ട്. 3 R എന്നൊന്നും വിളിക്കല്, RRR ഓർത്തിരിക്കാം. ശരി, അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ അത് അത്രയും നിങ്ങൾ ഓർമ്മയിലിരിക്കണം കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം. സെറ്റ് അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത പോയിന്റ്, CD ദേശ്മുഖ്. ഇങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് പരിചയം കാണും. ആരാന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ് കേട്ടോ. റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് CD ദേശ്മുഖ്. CD ദേശ്മുഖിന്റെ പേരിൽ ഏത് റെയിൽവേ സ്റ്റേഷനാണ് പുനർനാമകരണം ചെയ്തത്? CD ദേശ്മുഖിന്റെ പേരിൽ ഏത് റെയിൽവേ സ്റ്റേഷനാണ് പുനർനാമകരണം ചെയ്തത്? ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ, മുംബൈ. മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? CD ദേശ്മുഖ്. CD ദേശ്മുഖ്. അദ്ദേഹം ആരാന്ന് ഞാൻ പറഞ്ഞു, റിസർവ് ബാങ്കിന്റെ ഗവർണർ ആവുന്ന ഫസ്റ്റ് ഇന്ത്യൻ ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് അല്ലെ? ശരി, വിശദീകരിക്കുന്നില്ല, പിന്നീട് ഒരു അവസരത്തിൽ റിസർവ് ബാങ്കിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അടുത്തത് നീതി ആയോഗ്, NITI, നീതി ആയോഗ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന് പകരമായി ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് അല്ലെ? അങ്ങനെ പഠിക്കണം, നീതി ആയോഗ്. അപ്പൊ എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം? അത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇതാണ് പൂർണ്ണരൂപം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. കിട്ടിയോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇതാണ് നീതി ആയോഗ്. നീതി ആയോഗിന് പുതിയൊരു CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിതനായി. നീതി ആയോഗിന് പുതിയൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിതനായി. അദ്ദേഹത്തിന്റെ പേരാണ് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ പുതിയ സിഇഒയുടെ പേരാണ് BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം പേര് പഠിച്ചിരിക്കണം, ചോദിക്കും പരീക്ഷയ്ക്ക്. BVR സുബ്രഹ്മണ്യം. ശരി, അതും നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അടുത്തത് ചെസ് ഗ്രാൻഡ് മാസ്റ്ററുടെ പേരാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ 2023 ഇന്ത്യയുടെ 80ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? 2023 ഇന്ത്യയുടെ 80ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പേരാണ് NR വിഘ്നേഷ് എന്നാണ് പേര്. വിഘ്നങ്ങളൊന്നുമില്ലാതെ 80ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ആര് വന്നു? NR വിഘ്നേഷ്. NR വിഘ്നേഷ് പേര് മറക്കണ്ട.
വിഘ്നേഷ്. NR വിഘ്നേഷ്. 80ാമത്തെ ഇന്ത്യയുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ NR വിഘ്നേഷ്. കിട്ടി. അടുത്ത പോയിന്റ്. അടുത്തത് ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ധർമ്മ ഗാർഡിയൻ എന്നാണ്. കണ്ടല്ലോ, ധർമ്മ ഗാർഡിയൻ. ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. ആരൊക്കെ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ധർമ്മ ഗാർഡിയൻ. പഠിച്ചോ, ധർമ്മ ഗാർഡിയൻ. ഇനി അടുത്തത് ഒരു ടണലിന്റെ പേര് പറയട്ടെ. ഒരു ടണൽ അത് ഹിമാചൽ പ്രദേശിനെയും പിന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഏത്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്, അല്ലെ? അപ്പം ഈ ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടണൽ ഇന്ത്യയിൽ നിലവിൽ വന്നു. ടണലിന്റെ പേരാണ് ഷിങ്കുല ടണൽ. കേട്ടോ, ഷിങ്കുല ടണൽ. ടണലിന്റെ പേര് ഓർത്തിരിക്കണം. അതിന്റെ പണി പൂർത്തിയാവുന്നതേ ഉള്ളേ. 2025 ഷിങ്കുല ടണലിന്റെ പണി പൂർത്തിയാവത്തുള്ളൂ. എന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ ടണലിന്റെ പേര് ഷിങ്കുല ടണൽ. ഷിങ്കുല ടണൽ. ഇങ്ങനെയാണ്, ഷിങ്കുല ടണൽ. 2-3 പ്രാവശ്യം പേര് പറയണം. ഷിങ്കുല ടണൽ. അപ്പൊ ആ പേര് മനസ്സിലേക്ക് പതിയെ കയറും. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. യൂട്യൂബ്, അല്ലെ? യൂട്യൂബ് നമുക്കറിയാം. യൂട്യൂബിന് ഒരു ഇന്ത്യൻ വംശജൻ CEO ആയിട്ട് വന്നേക്കുക. കേട്ടോ, യൂട്യൂബിന്റെ CEO ആയിട്ട് ഒരു ഇന്ത്യൻ വംശജൻ വന്നേക്കുക. ഒരു ഇന്ത്യൻ വംശജൻ. അദ്ദേഹത്തിന്റെ പേര് പഠിക്കണം. യൂട്യൂബിന്റെ CEO ആയ ഇന്ത്യൻ വംശജന്റെ പേരാണ് നീൽ മോഹൻ എന്നാണ് പേര്. നീൽ മോഹൻ. പേര് മറക്കണ്ട, ഇന്ത്യൻ വംശജനല്ലേ, മറക്കാതിരുന്നോണേ. നീൽ മോഹൻ നമുക്ക് അഭിമാനമല്ലേ? നീൽ മോഹൻ. യൂട്യൂബിന്റെ CEO ആയ ഇന്ത്യൻ വംശജന്റെ പേര് നീൽ മോഹൻ എന്നാണ്. ഇനി അടുത്തത് സ്രാങ്ക് ലൈസൻസ്. കേരളത്തിന് ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ലഭിച്ചു. സ്രാങ്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഒരുപാട് സ്രാങ്കുമാരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്രാങ്ക്, അല്ലെ? ഏതോ ഒരു സിനിമയ്ക്കകത്തും സ്രാങ്ക് എന്നൊക്കെ പറഞ്ഞോണ്ടൊരു കഥാപാത്രമൊക്കെ ഉണ്ട്. സ്രാങ്ക് അതായത് ജലത്തിൽ ബോട്ടുകളും മറ്റും ഓടിക്കാനുള്ള ലൈസൻസ്, അതാണ് സ്രാങ്ക്, അല്ലെ? സ്രാങ്ക് ലൈസൻസ്. അപ്പൊ സ്രാങ്ക് ലൈസൻസ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതയുടെ പേരെന്ത്? കേരളത്തിലെ ആദ്യത്തെ വനിതയുടെ പേരാണ് സന്ധ്യ. സ്രാങ്ക് ലൈസൻസ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതയുടെ പേരാണ് സുഹൃത്തുക്കളെ സന്ധ്യ. പേര് പഠിക്കണം, സന്ധ്യ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് 2023 ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണ്. അടുത്ത ഭാഗത്തേക്ക് പോവാം, ശ്രദ്ധിക്കൂ. ഫിഫ 2023 ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്തി. കേട്ടോ, ഫിഫ 2023 ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്തി. ക്ലബ്ബ് ഫുട്ബോൾ വേൾഡ് കപ്പ് കപ്പടിച്ചത് ആരാണ്? കപ്പടിച്ചത് റയൽ മഡ്രിഡ് കപ്പടിച്ചു. ഫിഫയുടെ ക്ലബ്ബ് ഫുട്ബോൾ 2023 കപ്പടിച്ചത് ആര്? റയൽ മഡ്രിഡ്. അതൊരു പോയിന്റ് ആയിട്ട് ചോദിക്കാം, റയൽ മഡ്രിഡ്, അല്ലെ? ഇനി അടുത്തത്, ഒരു ചുഴലിക്കാറ്റ് കാരണം ന്യൂസിലാൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ന്യൂസിലാൻഡിന്റെ ചരിത്രത്തിൽ ഇതുവരെ 3 പ്രാവശ്യമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കേട്ടോ, ഒരു ചുഴലിക്കാറ്റ് കാരണം ന്യൂസിലാൻഡിൽ എന്ത് പ്രഖ്യാപിച്ചു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഏത് ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ന്യൂസിലാൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അതിന്റെ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഗബ്രിയേൽ എന്നാണ് ചുഴലിക്കാറ്റിന്റെ പേര്. കേട്ടോ, ചുഴലിക്കാറ്റിന്റെ പേരാണ് ഗബ്രിയേൽ ചുഴലിക്കാറ്റ്. ഓർത്തിരിക്കുക, ഗബ്രിയേൽ ചുഴലിക്കാറ്റ്. ഓക്കെ, 2023 അടുത്ത ഒരു പുരസ്കാരത്തിന്റെ പേരാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു നടനുണ്ട്, പ്രേം നസീർ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം. 2023 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം. 2023 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഇന്നസെന്റിനാണ്, അല്ലെ? നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ഇന്നസെന്റ്. അപ്പൊ 2023 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഇന്നസെന്റിനാണ്, അല്ലെ? ഇന്നസെന്റിനെ ഓർമ്മയുണ്ട്, അല്ലെ? ഇന്നസെന്റ്, കല്യാണരാമനകത്ത ഇന്നസെന്റ്, എല്ലാ ഓർമ്മയുണ്ട്. പ്രേം നസീർ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു.
ഇനി അടുത്തത് ഒരു ബുക്കാണ്. ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ നമുക്ക് പരിചയമുണ്ട് അല്ലെ. വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് ബെന്യാമിൻ. അദ്ദേഹം ഒരു പുതിയ നോവൽ എഴുതി. അപ്പൊ അത് ചോദിക്കാം അല്ലെ, ഏതൊരു മനുഷ്യന്റെയും ജീവിതം, ഓർത്തു വെച്ചോണേ, ഏതൊരു മനുഷ്യന്റെയും ജീവിതം, ഏതൊരു മനുഷ്യന്റെയും ജീവിതം ആരുടേത്? ബെന്യാമിന്റേത്. ഏതൊരു മനുഷ്യന്റെയും ജീവിതം ആരുടെ കൃതി? ബെന്യാമിന്റെ കൃതി. ബെന്യാമിന്റെ കൃതി, മറന്നു പോകണ്ട. ഓക്കെ, ഇനി നമ്മുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഒരു വാഹനമാണ് SSLV D2. വാഹനം എന്ന് പറയുമ്പോൾ നമ്മുടെ വഴി കൂടെ ഓടിക്കുന്ന വാഹനമല്ല, ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഒരു വാഹനമാണ് SSLV D2. SSLV D2 ISROയുടെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഒരു വാഹനത്തിന്റെ പേരാണ് SSLV D2. SSLV എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാരം കുറഞ്ഞ കൃത്രിമ ഉപഗ്രഹങ്ങളെ ചെലവ് കുറഞ്ഞ രീതിയിൽ ബഹിരാകാശത്തേക്ക് അയക്കാനായിട്ട് ISRO ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് SSLV. SSLV എന്ന് പറഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതാണ് അതിന്റെ പൂർണ്ണ രൂപം. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതാണ് SSLV എന്നതിന്റെ പൂർണ്ണ രൂപം. അപ്പോ SSLVയുടെ D2 എന്ന വാഹനം, SSLVയുടെ D2 എന്ന വാഹനം 3 കൃത്രിമ ഉപഗ്രഹങ്ങളെ കൊണ്ടാണ് ബഹിരാകാശത്തേക്ക് പോയത്. ഭാരം കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് SSLVക്കകത്ത് വിക്ഷേപിക്കുന്നത് കേട്ടോ. 3 കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഒന്ന് EOS-7. ഇത് ഇന്ത്യയുടെ തന്നെ ഒരു കൃത്രിമ ഉപഗ്രഹമാണ്. എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്, അതാണ് EOS. കിട്ടിയോ? എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-7. പിന്നെ അമേരിക്കയുടെ ഒരു കൃത്രിമ ഉപഗ്രഹമാണ് ജാനസ് 1. അപ്പൊ EOS-7 ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. അമേരിക്കയുടെ ഒരു കൃത്രിമ ഉപഗ്രഹമുണ്ട്, ജാനസ് 1. പിന്നെ ആസാദി സാറ്റ് എന്ന് പറയുന്ന ഒരു കൃത്രിമ ഉപഗ്രഹം, ആസാദി സാറ്റ് 2 എന്ന് പറയുന്ന ഒരു കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ തന്നെ ഒരു കൃത്രിമ ഉപഗ്രഹമാണ്. ഇന്ത്യയിലെ സർക്കാർ സ്കൂളിലെ കുട്ടികൾ ചേർന്ന് വികസിപ്പിച്ച ഒരു കൃത്രിമ ഉപഗ്രഹമാണ് ആസാദി സാറ്റ് 2. അപ്പൊ ഇത്രയും കൃത്രിമ ഉപഗ്രഹങ്ങളെ കൊണ്ടുപോയ വാഹനമാണ് SSLV D2. SSLV D2 എന്ന് പറയുമ്പോൾ EOS-7 ഓർക്കണം. പിന്നെന്താ ഓർക്കണം? ജാനസ് 1 ഓർക്കണം. പിന്നെന്താ ഓർക്കണം? ആസാദി സാറ്റ് 2 ഓർക്കണം. ഇത് 3 ഓർത്താൽ മതി. ഓക്കെ, ശരി, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്, സമയം കളയുന്നില്ല. 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി 2023 എവിടെ വെച്ച്? 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി, നമ്മൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി നാഗ്പൂര്. 108ാമത്തെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി 2023 നാഗ്പൂർ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടില്ല, മറക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? 35ാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 എവിടെ വെച്ച്? ഇടുക്കി. എവിടെ വെച്ചാണ്? ഇടുക്കി അല്ലെ. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് സുഹൃത്തുക്കളെ ഇടുക്കി. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഇനി അടുത്തത്, ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള നടി ആര്? ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള നടിയുടെ പേര് PK റോസി എന്നാണ്. ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള നടിയുടെ പേര് PK റോസി എന്നാണ് പേര്. PK റോസി. ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാള നടി PK റോസി. പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഇനി ഒരു ഓപ്പറേഷൻ, ഒരു രക്ഷാ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ആ രക്ഷാ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ എന്താണ് ഇതെന്ന് ചോദിച്ചാല്, നമ്മുടെ തുർക്കി സിറിയ എന്നീ രാജ്യങ്ങളിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ രക്ഷാ ദൗത്യം. മനസ്സിലായോ? തുർക്കി സിറിയ എന്നീ രാജ്യങ്ങളിൽ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. കേട്ടോ. 2 രാജ്യങ്ങളെ അവിടെ ഓർത്തിരിക്കണം. തുർക്കി സിറിയ ഭൂകമ്പം നേരിട്ടവര് ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് 2021-2022 ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച രാജ്യം ഇന്ത്യയാണ്. 2021-2022 വർഷങ്ങളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച രാജ്യം ഇന്ത്യയാണ് സുഹൃത്തുക്കളെ. ലോകത്ത് ഉൽപ്പാദിപ്പിച്ച പാലിന്റെ 24% ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിച്ചത്.
ലോകത്തിൽ ഉൽപ്പാദിപ്പിച്ച പാലുകളിലെ 24% പാൽ എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത്? ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ 2023 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതിന്റെ ബാക്കി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.